ഇന്നലെ രാത്രിയിൽ കേരളത്തിലെ പലയിടങ്ങളിലെയും റോഡുകളിൽ മണിക്കൂറുകൾ നീണ്ട ട്രാഫിക് ബ്ലോക്കാണ് നേരിട്ടത്. ഈ ട്രാഫിക് ബ്ലോക്കിന്റെ കാരണം മറ്റൊന്നുമല്ല, മോഹൻലാൽ നായകനായി എത്തിയ തുടരും ചിത്രത്തിന്റെ റിലീസ് തന്നെയാണ്. കൊച്ചി MG റോഡിലെ കവിതാ തിയേറ്റർ ഇന്നലെ വൈകിട്ടോടെ കരകവിഞ്ഞൊഴുകുകയായിരുന്നു. സിനിമ കണ്ടിറങ്ങിയവരുടെ തിരക്കും കാണാൻ കയറുന്നവരുടെ തള്ളിക്കയറ്റവും വാഹനങ്ങളുമായി മണിക്കൂറുകൾ നീണ്ട ബ്ലോക്കാണ് MG റോഡിൽ ഉണ്ടായത്. ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. മറ്റ് തിയേറ്ററുകളിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. അതേസമയം മികച്ച പ്രതികരണങ്ങളോടെ തുടരും സിനിമ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. തരുൺ മൂർത്തിയുടെ സംവിധാനത്തിലെത്തിയ ചിത്രത്തിന് ഓരോ മണിക്കൂറിലും വലിയ കുതിപ്പാണ് ടിക്കറ്റ് വിൽപ്പനയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. പല തിയേറ്ററുകളിലും ചിത്രത്തിനായി അഡീഷണൽ ഷോകൾ സംഘടിപ്പിക്കുന്നുണ്ട്. എമ്പുരാൻ സിനിമയുടെ ടിക്കറ്റ് വിൽപ്പനയിലെ റെക്കോർഡുകൾ തുടരും തിരുത്തിയിട്ടുണ്ട്. പ്രദർശനത്തിനെത്തിയ ആദ്യ മണിക്കൂറുകളിൽ 30,000-ലധികം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഇത് റിലീസിന് ശേഷം എമ്പുരാൻ വിറ്റഴിച്ച ടിക്കറ്റിനേക്കാൾ അധികമാണ്. ഒരു ഫാമിലി ഡ്രാമ സ്വഭാവത്തിൽ ഒരുക്കിയിരിക്കുന്ന തുടരുമെന്ന സിനിമയിൽ ഒരു സാധാരണ ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത്. നീണ്ട വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിനൊപ്പം ശോഭന എത്തുന്നുവെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയൻ പിള്ള രാജു, തോമസ് മാത്യു, ഇർഷാദ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത്. നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ എത്തുന്നുണ്ട്. ഷാജി കുമാറാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്.